ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയുടെ അഭിമാനമായ ഒരു സ്ഥലത്തേക്കാണ്, ഫോർട്ട് കൊച്ചി. ചരിത്രങ്ങൾ കുറെ പറയാനും കാണാൻ കുറെ കാഴ്ചകളുമുള്ള സ്ഥലം. എറണാകുളത്തിന്റെ മെയിൻ ടൗണിൽ നിന്നും 12 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് വേണം ഫോർട്ട് കൊച്ചി എത്താൻ. അല്ല എന്നുണ്ടെങ്കിൽ ജലമാർഗം, ഫെറികളും വാട്ടർ മെട്രോയും അങ്ങോട്ട് സർവീസ് ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡ് എപ്പോഴും തിരക്കായിരിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ സ്റ്റോറി തന്നെ ഇവിടെ പറയാനുണ്ടാവും. സെന്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് സെമിത്തേരി, ഫോർട്ട് കൊച്ചി ബീച്ച്, ഇവയെല്ലാം അവിടുത്തെ മെയിൻ സ്പോട്ടുകളാണ്. ഞങ്ങൾ പോകുന്നത് ഈവനിങ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. രാത്രിയിലും ഫോർട്ട് കൊച്ചി വേറെ തന്നെ വൈബായിരിക്കും. റോഡ് മാർഗം പോകുന്ന വഴിക്ക് കൊച്ചിൻ പോർട്ട് വാക്ക് വേ കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ പട്ടങ്ങൾ പറത്താനും എക്സസൈസുകൾ ചെയ്യാനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ പെട്രോളിയം സ്റ്റോറേജിന്റെ കുറെ ടാങ്കുകൾ നമുക്ക് കാണാം. ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കും പെട്രോളിയം പ്രൊഡക്റ്റുകൾ പോകുന്നത്. ഫോർട്ട് കൊച്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന 2 പാലങ്ങളുണ്ട്. തോപ്പുംപടി പഴയ ബ്രിഡ്ജും പുതിയ ബ്രിഡ്ജിൽ കൂടെയാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് പഴയ പാലം വഴിയാണ്. കുറെ ചരിത്രം ഉറങ്ങുന്ന പാലമാണത്. 1940-ലാണ് ഈ ഓൾഡ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. 25.8 കോടി രൂപയാണ് ഈ പാലം നിർമ്മിക്കാൻ എടുത്തത്. ഇതിലാണെങ്കിൽ ഹൈറ്റ് ഉള്ള വണ്ടികളൊന്നും പോകില്ല കേട്ടോ. പഴയ പാലമാണ്. 2.2 മീറ്ററാണ് മാക്സിമം ഹൈറ്റ്. പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലെത്തി. അന്നേരം വീണ്ടും ആ പാലം ഒന്ന് ഷൂട്ട് ചെയ്യണം തോന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് നടന്ന് തിരിച്ചു പോകണം. പാലത്തിലേക്ക് കയറാൻ നേരത്ത് കുറേ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതാണ്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലും മരങ്ങൾ കൊണ്ടാണ്. 486 മീറ്ററാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത്. 1935 തുടങ്ങി 1938-ലാണ് ഈ പാലം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ പാലത്തിന്റെ നടുഭാഗത്ത് ഷിപ്പുകൾക്കും മറ്റും പോകാനായി അയൺ റോപ്പുകൾ വെച്ച് പാലം ഉയർത്താനുള്ള സംവിധാനമുണ്ട്. നമുക്ക് ഫിഷിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഹാർബറാണ്. കുറേ ഫിഷിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളം ഇറങ്ങി കിടക്കുക. ഇതിപ്പോൾ എനിക്ക് ചതുപ്പ് പോലെ കിടക്കാൻ പറ്റും. ഈ ഓൾഡ് തോപ്പുംപടി പാലത്തിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ഇത് കണ്ടോ, ഷിപ്പൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ചെയ്യുന്ന പ്ലേസ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കറക്റ്റ് പ്ലേസ് എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട്. അതിമനോഹരമായ പാലത്തിന്റെ കുറെ വീഡിയോസും ഫോട്ടോസും എടുത്ത് അവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്. തോപ്പുംപടി പഴയ പാലത്തിന്റെ സൈഡിൽ തന്നെയാണ് പുതിയ ബ്രിഡ്ജും വരുന്നത്. ഇപ്പോൾ ജൂയിഷ് ടൗണിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ വരും. പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളാട്ടോ. അടുത്ത് ബോർഡുകളൊക്കെ നോക്കി, ഏത് നൂറ്റാണ്ടിലെ ബോർഡുകൾ പോലെ. ഇതിനുള്ളിലോട്ട് കുറേ സ്പേസ് ഉണ്ട്. ആൾത്താമസമൊക്കെ ഉള്ളതാണോ എന്ന് അറിയത്തില്ല. ഒരു പഴയ സ്ട്രീറ്റൊക്കെ പോലെ കുറെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുറെ ബിൽഡിങ്ങുകൾ. ചിലതൊക്കെ റിനോവേഷൻ ചെയ്ത് ഷോപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി ചിലതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് പഴയ കാലത്തിലേക്ക് നടന്ന പോലെ ഒരു ഫീലിങ്സ്. കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. പോർച്ചുഗീസുകാരുടെ കയ്യൊപ്പ് പൊതിഞ്ഞ ബിൽഡിങ്ങുകളാണ് ഇവ. ശരിക്കും പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് തന്നെ ആണെങ്കിൽ. എസ്പിയർ പെർഫ്യൂമിന്റെ ഒരു മ്യൂസിയം. ഇതിനുള്ളിൽ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. പണ്ട് കാലത്തെ ഓരോരോ സംഭവങ്ങൾ, പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. കുപ്പികളും പാത്രങ്ങളും ചില്ല് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നു. കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ. സ്ട്രീറ്റിലേക്ക് എത്തി. ഇനി ഫുള്ള് വാഹനങ്ങളില്ല, നടക്കുന്ന പാത്ത് വേസ് മാത്രം. 2 സൈഡിലും പലതരത്തിലുള്ള ഓർണമെന്റ്സ്, കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നു. ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. കേരള മോഡൽ ഡ്രസ്സുകളും ഓർണമെന്റ്സുമാണ് മെയിൻ സാധനങ്ങൾ. കൂടാതെ കരകൗശല വസ്തുക്കളും. കൊച്ചിയിൽ വരുന്ന എല്ലാ വിദേശികളും ഫോർട്ട് കൊച്ചി കണ്ടിട്ടാണ് പോകാറ്. ഇന്ത്യയുടെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണിത്. വിന്റേജ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഫോർട്ട് കൊച്ചിയിലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ ഇത്. ഒരു ചെടി ഫോക്കസ് ചെയ്തിട്ട് കുറേ റീൽസും കുറേ ഫോട്ടോസ് ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു ഏരിയയിൽ വരുന്നത്. എന്ത് രസം കാണാൻ. ഇവിടെ വന്നപ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു ഏരിയ ഉണ്ട്. ഫുള്ള് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കയറ്റി വിടത്തില്ല. ജൂത പള്ളി വരുന്നത് ഇതാണ്. അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ക്ലോസ് ആണ്. 10 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 10 AM to 6 PM, അല്ലെങ്കിൽ ഫ്രൈഡേസ് ആണെങ്കിൽ 10 AM to 2 PM ആണ്. AD 1568 പരദേശി ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് ഈ ചർച്ച് നിർമ്മിച്ചത്. പുരാതനമായ സ്വർണ്ണ കിരീടങ്ങളും ഗ്ലാസ് സ്റ്റാൻഡുകളും പലവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഒരുപാട് വസ്തുക്കൾ ഇവിടെയുണ്ട്. പള്ളീൻ്റെ മണ്ടയിൽ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇത്തേല് അടിയിൽ കണ്ടോ 60-17 ആർക്കെങ്കിലും എന്തെല്ലാം അറിയാമോ. ഓൾഡ് ടച്ച് വരുന്ന രീതിയിലാണ് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് സമയം. കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും പറ്റിയ സ്ഥലം തന്നെയാണിത്.
കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെതും ഹൗസ് ബോട്ടിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ വരുമാനം തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് തന്നെയാണ്. അവിടെ ഇരുന്ന് കുറച്ച് പഴയകാല കാഴ്ചകൾ ആസ്വദിച്ചു. ശരിക്കും രാത്രി തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമാക്കുന്നത്. രാത്രിയാവും തോറും തിരക്ക് കൂടി വരികയാണ്. ഒരു ബിൽഡിംഗ് ആണ് ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടിയുടെ വീട് കേട്ടോ. അതിപ്പോൾ ഫുള്ള് ഈ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഫുള്ള് അവർ ക്ലോസ് ചെയ്തിട്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഇത് ആണെങ്കിൽ ഒരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കയറാനൊന്നും പറ്റില്ല, പുറത്തുനിന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. റിനോവേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പഴയ ബിൽഡിംഗ് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റെയറും ജനലൊക്കെ നോക്കി പഴയ ആ പഴമ തന്നെ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് സ്ഥലം വരുന്നത്. ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ. ബിഗ് ബി വാസ്കോ ഹൗസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ കാണിക്കും. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇവിടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു, വാസ്കോ സ്ട്രീറ്റ്. ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്തേക്കാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചിൻ്റെ മെയിൻ സ്പോട്ടായ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഷിപ്പ് യാർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. നൈറ്റ് വിഷ്വൽ ഇത്ര ക്ലിയർ അല്ല, പക്ഷെ എന്നാലും അവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. പ്രത്യേകിച്ച് വിദേശികളുടെ ഫേവറേറ്റ് പ്ലേസാണ്. ഇവിടെയാണെങ്കിൽ എപ്പോഴും ഇതേപോലെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലെ കുറേ കലാകാരന്മാരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ ഇതേപോലെ പ്രോഗ്രാംസും നടക്കാറുണ്ട്. ഫുഡും കഴിച്ച് ഇതുപോലെ എൻജോയ് ചെയ്ത് നടക്കാൻ അടിപൊളിയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും 2 താരങ്ങളും കൂടെ ഇവരുടെ ഗ്യാങ്ങിലേക്ക് കയറി. അവരും കൂടെ ആയപ്പോൾ ഓളം അങ്ങ് ഇരട്ടി വർദ്ധിച്ചു. ഞങ്ങൾ അവിടുന്ന് കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കാണിപ്പോൾ. കടല് കയറി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോക്ക് വേ ഉണ്ട്. പഴയ കാലത്തിന്റെ അവശേഷിപ്പ് എന്ന രീതിയിൽ ഒരു ബീരങ്കി കടൽ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് താഴ്ഭാഗത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റും. കുറെ കുട്ടികളും ഫാമിലിയൊക്കെ അവിടെ എൻജോയ് ചെയ്യുന്ന കാണാം. ഞങ്ങളവിടെ ഇരുന്ന് കടലിന്റെ രാത്രി കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അകലെ നിന്നൊരു യാത്രാ കപ്പൽ വരുന്നത് കണ്ടു. എറണാകുളത്ത് നിന്നും ഒരുപാട് ചെറിയ യാത്രാ കപ്പലുകൾ ഇതുപോലെ രാത്രി റൈഡുകൾ നടത്താറുണ്ട്. ചിലതെല്ലാം രാത്രി മുഴുവൻ സഞ്ചരിച്ച് രാവിലെ തിരിച്ചു വരുന്നതാണ്. ഭക്ഷണം, DJ പരിപാടി, അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഇതിനുള്ളിൽ ഉണ്ടാവും. ഒരു ഫ്ലൈറ്റ് സാധാ ഫ്ലൈറ്റിൽ ഇത് പ്രൈവറ്റ് ജെറ്റ് എന്താണ് വരുന്നത്. അതിന്റെ നേരെ താഴെ ഒരു മണ്ടൻ ഷിപ്പ്, നല്ല സൈസ് ഉണ്ട്. ഇത് ചരക്ക് ഷിപ്പാണ് വരുന്നത്, ചരക്കപ്പൽ. ഇത് ഓപ്പോസിറ്റ് വേറൊരു ഷിപ്പ്, അതാണെങ്കിൽ ടൂറിസ്റ്റ് ഷിപ്പാണ് ആ വരുന്നത്. രണ്ടും ചെറിയ ഗ്യാപ്പിലാട്ടോ പാസ്സാവുന്നത്. അങ്ങനെ അവിടുത്തെ രാത്രി കാഴ്ചകൾ കണ്ട് മടക്കം.